ഞാൻ ഓൾറെഡി പോർഷൻസ് കവർ ചെയ്യുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നതൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല നമുക്കൊന്നുകൂടി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് ഡിസംബർ 2017 ആദ്യത്തെ യൂണിവേഴ്സിറ്റി എക്സാം. ഇതില് 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്? 4 മാർക്കാണ്. എഴുതാലോ, വിത്ത് ഫിഗർ ആണ്. പ്രിൻസിപ്പിൾ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിഗർ വരച്ച് തന്നെ എഴുതണം. ആ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു പ്രോബ്ലം, ഡിസ്പ്ലേ ഡിവൈസ്, ഒരു മെറ്റീരിയൽ കാണണം. ദെൻ ഡിസ്പ്ലേ ഡിവൈസിൽ 3 എക്കോ കാണിക്കണം. ഇനീഷ്യൽ എക്കോ അല്ലെങ്കിൽ ഇനീഷ്യൽ പൾസും അതേപോലെ ബാക്ക് വാൾ എക്കോ, ഡിഫക്റ്റ് എക്കോ, ഇതൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യലാണ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 മാർക്ക്. Then with this need sketches explain different modes of display in ultrasonic testing. What are the different modes of displays? ഏതൊക്കെയാടാ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഡിസ്പ്ലേ യൂണിറ്റ്സ്? ഹലോ, ഹലോ, ഈ സ്ക്രീൻ കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ലേ? യെസ് സർ. എന്താണ് ഈ 7th ക്വസ്റ്റ്യന്റെ ബി പാർട്ട്? സ്കെച്ചസ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഡിസ്പ്ലേ യൂണിറ്റ്സ്. ഡിസ്പ്ലേയുടെ ഡിഫറെന്റ് മോഡുകൾ ഏതൊക്കെയാണ്? ഹലോ, എയും ബിയും സി അല്ലേ? വിത്ത് സ്കെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ വെച്ചിട്ട് ആ മെറ്റീരിയലിൽ ക്രാക്കും കാര്യങ്ങളൊക്കെ ഓരോ സ്കാനിങ് ഡിവൈസ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലും എങ്ങനെയാ കാണുക എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. എയും ബിയും സിയും. ദെൻ 8th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ TOFD. എന്താ TOFD? ഇന്നലെ പറഞ്ഞ TOFD മീൻസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ. എക്സ്പ്ലെയിൻ TOFD ഇൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ്. അപ്പോൾ ഒരു വെൽഡഡ് ജോയിന്റ് വരച്ചിട്ട് അതിന്റെ ആ ഒരു ടെസ്റ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം. 4 മാർക്ക്. ദെൻ എക്സ്പ്ലെയിൻ സ്ട്രെയിറ്റ് ബീം ആൻഡ് ആംഗിൾ ബീം ടെസ്റ്റിംഗ് ടെക്നിക്സ്. അറിയാലോ, സ്ട്രെയിറ്റ് ബീം എന്ന് പറഞ്ഞാൽ സർഫസിന് നമ്മുടെ ടെസ്റ്റ് പീസിന് നോർമൽ ആയിട്ടായിരിക്കും സൗണ്ട് വേവ് പാസ് ചെയ്യുക. ആംഗിൾ ബീം ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും പാസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗ് റിഫ്ലക്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ബീമിൽ. അതിന് 6 മാർക്കാണ്. രണ്ടും ഏതാണ്ട് ഒരു കമ്പയർ ചെയ്യുന്ന രീതിയിൽ എഴുതണം. ഇതായിരുന്നു ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ദെൻ ഡിസംബർ 2018 രണ്ടാമത്തെ ബാച്ചിന്റെ റെഗുലർ എക്സാം. ഇതിൽ വന്നേക്കുന്നത് 7th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് വേവ് ഫോംസ് യൂസ്ഡ് ഇൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ്? 10 മാർക്കാണ്. ഏതൊക്കെയാ ഡിഫറെന്റ് വേവ് ഫോമുകൾ? ഡിഫറെന്റ് വേവ് ഫോം, വേവിന്റെ ഡിഫറെന്റ് ടൈപ്പുകൾ ഏതൊക്കെയാ? ട്രാൻസ്വേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ, പിന്നെ സർഫസ് വേവ് ഇല്ലേ? സർഫസ് വേവ്, ലാംബ് വേവ് അല്ലെ? ആ 4 വേവും വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 10 മാർക്കായിരുന്നു എന്ന് ചോദിച്ചത്. Then 8th question, what are the different types of probes used in ultrasonic testing? Different types of probe, ultrasonic probe എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോബിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെ? PVDF, പീസോ ഇലക്ട്രിക് അല്ലെ, ഇമാറ്റ്, ലേസർ പ്രോബ്സ്. ഇപ്പൊ അതിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഏതെങ്കിലും ഒരു 5 എണ്ണം എഴുതിയാൽ 5 മാർക്കായിരുന്നു വന്നു കൊടുത്തത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ, എ 10 mm മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ഹാസ് ടു ബി ടെസ്റ്റഡ് ഫോർ ഡീലാമിനേഷൻ. എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ യൂസിങ് അൾട്രാസോണിക് എക്യുപ്മെന്റ്. ഈ 10 mm മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ഹാസ് ടു ബി ടെസ്റ്റഡ് ഫോർ ഡീലാമിനേഷൻ. ഇത് വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ തന്നത്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ യൂസിങ് അൾട്രാസോണിക് എക്യുപ്മെന്റ്. അൾട്രാസോണിക് ടെസ്റ്റിംഗ് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. പക്ഷെ അവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിന്റെ 10 mm മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ഹാസ് ടു ബി ടെസ്റ്റഡ് ഫോർ ഡീലാമിനേഷൻ. ഡീലാമിനേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഡീലാമിനേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള
അൾട്രാസോണിക് ടെസ്റ്റിംഗ് പ്രൊസീജിയർ എഴുതാനാ ചോദിച്ചത്. എല്ലാം ഇങ്ങനെ തന്നെ ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ മറിച്ചും തിരിച്ചും ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് പ്രൊസീജിയർ ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്. എന്താ പ്രൊസീജിയർ? നമ്മൾ ആദ്യം ഒരു പ്രോബ് സെലക്ട് ചെയ്യണം അല്ലെ. നമ്മുടെ റിക്വയർഡ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള അല്ലെ ഫ്രീക്വൻസി ഓഫ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോബ് സെലക്ട് ചെയ്യണം. എന്നിട്ടോ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എ ഓ ബി ഒ അല്ലെങ്കിൽ സി ഒ ആയിട്ടുള്ള സ്കാനിങ് യൂണിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ യൂണിറ്റ് നമ്മൾ എടുക്കണം. ദെൻ ടെസ്റ്റ് പീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10 mm മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ആണ്. പ്ലേറ്റും പ്രോബും ഡിസ്പ്ലേ ഡിവൈസും ഇനി ഒരാളും കൂടി വേണം, കപ്ലൻ മീഡിയം വേണം. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കപ്ലൻ മീഡിയം നമ്മൾ എടുക്കണം അല്ലെ. എന്നിട്ടോ കപ്ലൻ മീഡിയം നമ്മൾ ഈ മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിന്റെ സർഫസിൽ അപ്ലൈ ചെയ്യുക, പ്രോബ് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്കാനിങ് നടത്തുക. സ്കാനിങ് നടത്തുന്നത് എങ്ങനെയായിരിക്കണം? ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ലൈൻ ബൈ ലൈൻ ഓർഡർ, നമ്മൾ സി സ്കാനിൽ പറഞ്ഞതുപോലെ റോസ്റ്റർ ഫോമിലായിരിക്കണം ലൈൻ ബൈ ലൈൻ സ്കാനിങ് നടത്തണം. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതാണ് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഡിസംബർ 2019 ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ സീനിയർ ബാച്ചിന്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. 7th question. With a neat sketch, explain the procedure followed in transmission method and pulse echo method of ultrasonic testing. എന്താ ത്രൂ ട്രാൻസ്മിഷൻ മെത്തേഡ്, എന്താണ് പൾസ് എക്കോ മെത്തേഡ്? ഇതൊക്കെ ഈ മൊഡ്യൂളിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ പൾസ് എക്കോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ത്രൂ ട്രാൻസ്മിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? പൾസ് എക്കോ മെത്തേഡിൽ സിംഗിൾ പ്രോബേ ഉണ്ടാവും. ആ പ്രോബ് തന്നെ ട്രാൻസ്മിറ്റർ റിസീവർ ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ത്രൂ ട്രാൻസ്മിഷനിൽ 2 പ്രോബ് ഉണ്ടാവും. ഒന്ന് മെറ്റീരിയലിന്റെ വൺ സൈഡിലും ഒന്ന് അത് ഓപ്പോസിറ്റ് സൈഡിലും പ്ലേസ് ചെയ്യും. അപ്പൊ ഈ രണ്ട് പരിപാടി വെച്ചിട്ടുള്ള പ്രൊസീജിയർ. അപ്പോ ആദ്യത്തെ ത്രൂ ട്രാൻസ്മിഷന്റെ പ്രൊസീജിയർ എന്തായിരിക്കും? നമ്മൾ ഒരു ട്രാൻസ്മിറ്റർ യൂണിറ്റും വേണം, റിസീവർ യൂണിറ്റും വേണം. ഇപ്പൊ മെറ്റീരിയലിന് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി കുറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ അത് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് ട്രാൻസ്മിറ്റർ വെക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, മെറ്റീരിയലിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ റിസീവർ യൂണിറ്റ് വെച്ചിട്ട് രണ്ടാളെയും ഒരേപോലെ മൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളെ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എഴുതുക. അപ്പോൾ ബാക്കിയൊക്കെ സെയിം ആണ്. കപ്ലന്റ് ആക്ട് ചെയ്യേണ്ടി വരും, കപ്ലന്റ് ആഡ് ചെയ്യേണ്ടി വരും, ഡിസ്പ്ലേ യൂണിറ്റ്സ് ആഡ് ചെയ്യേണ്ടി വരും, അതൊക്കെ സെയിം തന്നെ. പക്ഷെ ഇവിടെ 2 യൂണിറ്റുകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ട്രാൻസ്മിറ്റർ യൂണിറ്റും റിസീവർ യൂണിറ്റും. ത്രൂ ട്രാൻസ്മിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജനറൽ അൾട്രാസോണിക് ടെസ്റ്റിംഗിന്റെ പ്രൊസീജിയർ തന്നെ. അയാൾ തന്നെ ട്രാൻസ്മിറ്റും ചെയ്യും, റിസീവും ചെയ്യും. അത് 10 മാർക്കായിരുന്നു, രണ്ടും എക്സ്പ്ലെയിൻ ചെയ്താൽ. Then what are the limitations and applications of UT? ഇന്നലെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലിമിറ്റേഷൻസും ആപ്ലിക്കേഷൻസും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുതെ എന്തെങ്കിലും വാരി വലിച്ച് കുറെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും എഴുതിയാലൊന്നും മാർക്ക് കിട്ടില്ല. കൃത്യമായ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതിന് പെർട്ടിക്കുലർ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതണം. ഓക്കെ. Then what is the need for calibration of equipments? 3 മാർക്ക്. എന്താണ് എക്യുപ്മെന്റ്സിന്റെ കാലിബ്രേഷന്റെ ആവശ്യം? എന്താ കാലിബ്രേഷന്റെ ആവശ്യം? എന്താണ്? ടൈം കഴിയുന്നതിന് അതിന്റെ ആക്യുറസി കുറയും, അപ്പൊ പ്രിസിഷൻ കൂട്ടാൻ വേണ്ടി. ഫാറ്റിഗ് ഉണ്ടാവും അല്ലെ, ഇൻസ്ട്രുമെന്റ്സിന്റെ ഫാറ്റിഗ് ഒഴിവാക്കുക അല്ലെങ്കിൽ ഫാറ്റിഗ് കുറക്കുക. അപ്പം പ്രിസിഷൻ എന്നുള്ള ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ എയിം ചെയ്യുന്നോണ്ടാണ് അല്ലെ. ആക്യുറേറ്റ് മെഷർമെന്റ്സും റീഡിങ്സും അതേപോലെ ടെസ്റ്റിംഗും നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കാലിബ്രേഷന് വിധേയമാക്കും. എന്നിട്ട് എങ്ങനെയാ കാലിബ്രേഷൻ ചെയ്യുക? സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് മെറ്റീരിയൽ. ആ ബ്ലോക്കുകൾ നമ്മളൊരു പേര് ദാറ്റ് ഈസ് റെഫറൻസ് ബ്ലോക്ക് അല്ലെ. റെഫറൻസ് ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാലിബ്രേഷൻ നടത്തുക.
ഓക്കെ, അത് 3 മാർക്കായിരുന്നു. ഇതായിരുന്നു ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ഇതൊരു സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ ആയിരുന്നു, സപ്ലിമെന്ററി എക്സാമിന്റെ. വിത്ത് എ സ്കെച്ച് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ത്രൂ ട്രാൻസ്മിഷൻ മെത്തേഡ് ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്. ത്രൂ ട്രാൻസ്മിഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് 5 മാർക്ക്. നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ ത്രൂ ട്രാൻസ്മിഷനും ചോദിച്ചു, പൾസ് എക്കോയും ചോദിച്ചു, അതുകൊണ്ടാണ് 10 മാർക്കിന് ചോദിച്ചത്. ദെൻ എക്സ്പ്ലെയിൻ റെസൊണൻസ് ടെസ്റ്റിംഗ് ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ്. റെസൊണൻസ് ടെസ്റ്റിംഗ് ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ, ഇത് നമ്മൾ വിട്ടുപോയതാണ്. റെസൊണൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഓക്കെ, റെസൊണൻസ് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ. എന്താ റെസൊണൻസ് ഫ്രീക്വൻസി? എല്ലാ മെറ്റീരിയലിനും ഒരു റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ട്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുന്ന ഫ്രീക്വൻസി. അതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു മെറ്റീരിയലിൽ വൈബ്രേഷൻ വരുമ്പോഴാണല്ലോ അതിന് ഫ്രീക്വൻസിയൊക്കെ ഉണ്ടാകുന്നത്, വൈബ്രേഷൻ ഫ്രീക്വൻസി അല്ലെ. റെസൊണൻസ് ഫ്രീക്വൻസിയെക്കാളും ഹയർ ഫ്രീക്വൻസി ആണ് ഇപ്പം എന്റെ മെറ്റീരിയലിലെ വൈബ്രേഷൻ ഫ്രീക്വൻസി എങ്കിൽ ആ മെറ്റീരിയലിന് പിന്നെ നിലനിൽപ്പുണ്ടോ? മെറ്റീരിയൽ ബ്രേക്ക് ആവൂലേ അല്ലെ? ഇപ്പൊ നമ്മള് ഗ്ലാസ്, നമ്മള് ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിന് നമ്മൾ വെറുതെ എന്തെങ്കിലും എടുത്ത് ഒരു പെണ്ണെങ്ങാനും എടുത്ത് മുട്ടിക്കഴിഞ്ഞാലും ആക്ച്വലി അവിടെ വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെക്കാളും ലോ ലെവൽ വൈബ്രേഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. നേരെ മറിച്ച് ഞാനൊരു ഹാമർ എടുത്ത് വന്ന് നല്ല ഇമ്പാക്റ്റിൽ ഒന്ന് ഒരു മുട്ടി, അങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ മുട്ടുമ്പോഴും വൈബ്രേഷൻ തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ റെസൊണൻസ് ഫ്രീക്വൻസിയെക്കാളും ഹയർ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസി വൈബ്രേഷൻ അവിടെ സംഭവിക്കുമ്പോഴാണ് ഗ്ലാസ് എന്ത് ചെയ്യുന്നത്? പൊട്ടിപ്പോകുന്നത്, ബ്രേക്കിംഗ് നടക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ റെസൊണൻസ് ടെസ്റ്റിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കമ്പാരിസൺ ആണ് ശരിക്കും നടക്കുക. റെസൊണൻസ് ടെസ്റ്റിംഗ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോ പറയാം. എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിന് വേറെ പ്രശ്നം, ഡിഫക്റ്റ് ഒന്നുമില്ല. ഞാൻ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മുട്ടൽ കൊടുത്ത ഗ്ലാസിന്റെ നമ്മൾ ഗ്ലാസ്സിന് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് മുട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും അല്ലെ. നമ്മളൊരു പെന്നോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ മുട്ടുന്നു, അപ്പൊ നല്ലൊരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം എന്ന് പറയുന്നത് ആക്ച്വലി വൈബ്രേഷൻ അല്ലേ. ഇനി വേറൊരു ഗ്ലാസ്, സെയിം ഗ്ലാസിന്റെ തന്നെ ഒരു എലമെന്റ് എന്തെങ്കിലും ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ക്രാക്ക് ഉണ്ട്, ചെറിയൊരു ക്രാക്ക് ഉണ്ട്. നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ് തന്നെ എടുക്കുക, അത് നിങ്ങൾ വെറുതെ ഒരു പ്രശ്നവുമില്ല, പൊട്ടലോ ഒന്നും ഇല്ലാത്ത ഗ്ലാസിനെ നിങ്ങൾ ഒരു സ്പൂൺ വെച്ചിട്ട് മുട്ടുമ്പോൾ ആ ഗ്ലാസ് ഒരു സൗണ്ട് പ്രൊവൈഡ് ചെയ്യും അല്ലെ, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇല്ലേ. ഒരു ഫൈൻ ട്യൂണിങ് ഉള്ള ഒരു സൗണ്ട് ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ എവിടെയെങ്കിലും ഒരു ക്രാക്ക് ഉണ്ട്, ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ നേരത്തെ ഉപയോഗിച്ച അതേ സ്പൂൺ വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ കൊടുത്ത അതേ ഇമ്പാക്റ്റിൽ ഒരു മുട്ടൽ കൂടി ഒരു തട്ടൽ കൊടുത്തു, നേരത്തെ കിട്ടിയ അതേ സൗണ്ട് തന്നെ കിട്ടുമോ? എടാ, ഞാൻ ചോദിച്ചത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. എൻ്റെ കയ്യിൽ 2 ഗ്ലാസ് ഉണ്ട്, സെയിം സൈസിലുള്ള സെയിം ഗ്ലാസ്സുകൾ. ഒന്നിന് ഒരു പ്രശ്നവുമില്ല, മറ്റേതിന് ചെറിയൊരു ക്രാക്ക്, അതിന്റെ സർഫസിൽ ഒരു ക്രാക്ക് ഉണ്ട്. ഈ 2 ഗ്ലാസ്സിലും ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുട്ടി നോക്കും. അപ്പൊ ക്രാക്ക് ഒന്നും ഇല്ലാത്ത ഗ്ലാസ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഈ ക്രാക്ക് ഉള്ള ഗ്ലാസും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ 2 സൗണ്ടും സെയിം ആയിരിക്കുമോ? അല്ല, ക്രാക്ക് ഉള്ള ഗ്ലാസിന്റെ സൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, വേറെ തന്നെ ആയിരിക്കും അല്ലെ, രണ്ടിന്റെയും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ ഒരു ഫ്രീക്വൻസി ബാൻഡിനെ നമ്മൾ മെഷർ ചെയ്തിട്ട്, അതായത് മെറ്റീരിയൽ നമ്മളിപ്പോ ഒരു ടെസ്റ്റിംഗ് പീസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് പീസിൽ ഇതേപോലെ ഒരു ഫ്രീക്വൻസി ബാൻഡ് മെഷർ ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് റെസൊണൻസ് ടെസ്റ്റിംഗ്. അവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ക്രാക്കും കാര്യങ്ങളും, അതായത് ഒരു മെറ്റീരിയൽ പ്യുവർ മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ സൗണ്ട് ഫ്രീക്വൻസി ഒരു റേഞ്ച് നമുക്കറിയാം. ഒരു അൾട്രാസോണിക് സൗണ്ട് വേവ് നമ്മൾ മെറ്റീരിയലിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന സൗണ്ട് വേവിന്റെ ഒരു ഫ്രീക്വൻസി റേഞ്ച് നമുക്കറിയാം. നമുക്ക് അതിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി ആയിട്ട് അതിനെ മാച്ച് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് തന്ന മെറ്റീരിയൽ ക്രാക്കുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ റിഫ്ലക്റ്റഡ് വേവ് അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്റ്റഡ് അൾട്രാസോണിക് സൗണ്ട് എനർജി എന്ന് പറയുന്നത് നമ്മൾ കമ്പാരിറ്റീവ്ലി വളരെ ലോ ആയിരിക്കും. അതിന്റെ റെസൊണൻസ് ഫ്രീക്വൻസിയിലെ നാച്ചുറൽ ഫ്രീക്വൻസി ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ലോ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ റെസൊണൻസ് ഫ്രീക്വൻസിയിലെ നാച്ചുറൽ ഫ്രീക്വൻസി ബാൻഡ് വെച്ചിട്ട് മെഷർമെന്റ് എടുക്കുന്നതാണ് ആക്ച്വലി റെസൊണൻസ് ടെസ്റ്റിംഗ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ നോട്ട് തരാം,
പിന്നെ ജസ്റ്റ് സിമ്പിൾ ആണ്, അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമ്മുടെ PPT ഉണ്ടായിരുന്നു, പക്ഷെ എവിടുന്നോ അതൊന്ന് വിട്ടുപോയാ. Then next question, 8th one, explain any two ultrasonic transducers. Explain any two. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ പഠിച്ചിട്ടുള്ളത്? പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസർ പഠിച്ചിട്ടുണ്ട്. പിന്നെ PVDF അല്ലെ, PVDF പോളിവിനിലിഡിൻ ഫ്ലൂറൈഡ്. പിന്നെ ലേസർ പഠിച്ചിട്ടുണ്ട്, ഇമാറ്റ് പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് അക്കോസ്റ്റിക് ട്രാൻസ്ഡ്യൂസർ ഇമാറ്റ്. ഏതെങ്കിലും രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് ഒരു തവണ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൾട്രാസോണിക് വേവ്സ്? അൾട്രാസോണിക് വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റേഞ്ച്, അതിന്റെ ഫ്രീക്വൻസി റേഞ്ച്. ഫ്രീക്വൻസി റേഞ്ച് നമുക്കറിയാം എബോവ് 20 kHz ആണ്. പിന്നെ ആംപ്ലിറ്റ്യൂഡ്, അതേപോലെ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ ഇതിന്റെ കുറച്ച് ബേസിക് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. ആ ബേസിക് ഫിസിക്സ് ടേംസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇതൊരു ജനറൽ ക്വസ്റ്റൻ ആയിട്ട് വന്നതാണ്. അൾട്രാസോണിക് സൗണ്ട് വേവിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി. ഇത്രയാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉണ്ട്, അതിൻ്റെ അടുക്ക് കയ്യിലില്ല. ഞാൻ ലിൻവൈസ് വഴി എങ്ങാനും ഷെയർ ചെയ്ത് തരാം. ഇത്രയാണ് കാര്യമായിട്ട് ഈ മൊഡ്യൂളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. കാര്യമായിട്ട് ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് സ്കാനിങ് യൂണിറ്റുകളെ പറ്റി, A സ്കാന്, B സ്കാന്, C സ്കാന്, അതേപോലെ പ്രോബിന്റെ ടൈപ്പ്, അതേപോലെ ടെസ്റ്റിംഗ് ടൈപ്പ്, പിന്നെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതിലുള്ള കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കാലിബ്രേഷൻ, റെഫറൻസ് ബ്ലോക്ക്, TOFD, ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ളത്. അപ്പം ലെങ്തി മൊഡ്യൂൾ ആണെങ്കിലും പഠിക്കാൻ കുറച്ചുകൂടി സിമ്പിൾ ആണ്, കാരണം ഒറ്റ കൺസെപ്റ്റിന്റെ പുറത്താണ് എല്ലാം പറയുന്നത്. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5th മൊഡ്യൂൾ, റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. നമ്മളിപ്പോ NDT-യിലെ ബേസിക് 6 ടെസ്റ്റിംഗ് ആണ്. ബേസിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള 6 ടെസ്റ്റിംഗ് മെത്തേഡിൽ 4 പറഞ്ഞു കഴിഞ്ഞു. വിഷ്വൽ ഇൻസ്പെക്ഷൻ, ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ്, ദെൻ 3rd one മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ, 4th one ഏതാ പറഞ്ഞേ, അൾട്രാസോണിക് ടെസ്റ്റിംഗ് പറഞ്ഞു. ഇനി 2 ആളെ പറയാനുള്ളത്, ദാറ്റ് ഈസ് റേഡിയോഗ്രാഫി ടെസ്റ്റിംഗും എഡ്ഡി കറന്റ് ടെസ്റ്റിംഗും. അപ്പൊ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്, ഈ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ എക്സ്റേ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ഇമേജ് എടുക്കുന്നുണ്ട് അല്ലെ. ആക്ച്വലി അതൊരു റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ആണ്. അവിടെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് തന്നെയാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. അവിടെ മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ ബോഡി പാർട്സ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതേ പരിപാടി തന്നെയാണ് NDT-ക്കകത്ത് റേഡിയോഗ്രാഫി ടെസ്റ്റിങ്ങിനകത്തും ചെയ്യുന്നത്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും വീണ് കയ്യിലെ എല്ലിനൊക്കെ ഒരു പൊട്ടലുണ്ട് എന്നുള്ളൊരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുക്കും അല്ലെ. അപ്പൊ അവര് നമ്മുടെ കൈയുടെ എക്സ്റേ എടുത്തിട്ട് നമുക്ക് റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യും? ഒരു ഫിലിം തരും, ഒരു ഫോട്ടോ തരും അല്ലെ. ആ ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാക്കോ ഒടിവോ ചതുകൊണ്ടോ നോക്കല്ലേ. അപ്പൊ അവിടെ ചെയ്യുന്നത് ആക്ച്വലി മെറ്റീരിയൽ ടെസ്റ്റിംഗ് തന്നെയാണ്. അവിടുത്തെ മെറ്റീരിയൽ എന്താന്ന് വെച്ചാൽ എന്റെ കൈയാണ് അവിടുത്തെ മെറ്റീരിയൽ. ഇതേപോലെ നമുക്ക് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ നമ്മുടെ ടെസ്റ്റിംഗ് മെറ്റീരിയൽ, അതായത് നമ്മുടെ നമുക്ക് യൂസ് ചെയ്യുന്ന മെഷീൻ പാർട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പാർട്സ്, ഇതൊക്കെ ഇതേപോലെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കാൻ അവിടെയും ചെയ്യുന്നത് സെയിം മെത്തേഡാണ്, എക്സ്റേ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. അപ്പോൾ നമുക്കിപ്പോൾ റിസൾട്ട് ആയിട്ട് അവിടെ കിട്ടുന്നത് ആക്ച്വലി ഇപ്പം ഞാനിപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ എനിക്ക് എല്ലിന്റെ പൊട്ടലും കാര്യങ്ങളും ഒന്നും മനസ്സിലാവില്ല അല്ലെ. അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടി എക്സ്റേ എടുത്തത്, അതായത് എന്റെ ഇന്റേണൽ ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിലെ നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങളാണ് എല്ലുകളൊക്കെ. ഈ എല്ലിലൊക്കെ പൊട്ടലുണ്ടോ നോക്കാൻ വേണ്ടി ചെയ്യുന്നത് എക്സ്റേ ആണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ മെറ്റീരിയലിന്റെ ഇൻസൈഡ് പാർട്ടിൽ അല്ലെങ്കിൽ ഇന്റേണൽ ഡിഫക്റ്റുകളെ കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. ഓക്കെ, ഇപ്പൊ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ളതും മെറ്റീരിയൽ ടെസ്റ്റിംഗ് ഫീൽഡിലുള്ളതും സെയിം ആസ്പെക്ട് ആണ്. അപ്പോൾ റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിനകത്ത് എക്സ്റേ റേഡിയോഗ്രാഫി മാത്രമല്ല ഉള്ളത്, ഗാമാറേ റേഡിയോഗ്രാഫി ഉണ്ട്. പക്ഷെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ കൂടുതലായിട്ടും എക്സ്റേ റേഡിയോഗ്രാഫിയാണ് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് മെറ്റീരിയൽ ടെസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ എക്സ്റേ റേഡിയോഗ്രാഫി ഉപയോഗിക്കും, ഗാമാറേ റേഡിയോഗ്രാഫി ഉപയോഗിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസും
ഉപയോഗിക്കുന്നത് എക്സ്റേ തന്നെയാണ്. ഗാമ റേസ് വളരെ റെയർ ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു പ്രോസസ്സിംഗ് ആണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. ഇനി നമുക്കിവിടെ മറ്റ് ടെസ്റ്റിംഗ് മെത്തേഡുകളിൽ നിന്നും ഈ ഒരു റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണെങ്കിൽ നമുക്ക് മെറ്റീരിയലിലേക്ക് ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നോക്കിയാൽ അവിടുന്ന് നമുക്ക് നേരെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും റിസൾട്ട്. ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ് ആണെങ്കിലും നമ്മളെല്ലാ മെത്തേഡും പെനിട്രന്റും ഡെവലപ്പറും എല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ മെറ്റീരിയലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ഐ കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത്തെ ടെസ്റ്റിംഗ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ്. നമ്മൾ അവിടെ മാഗ്നറ്റൈസേഷൻ നടത്തി മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് നമ്മൾ സപ്ലൈ ചെയ്ത് എവിടെയൊക്കെയാണ് കൂടുതൽ പൗഡേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് അവിടെയും കണ്ണുകൊണ്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ആദ്യത്തെ മൂന്നെണ്ണം നമുക്ക് ലൈവ് റിസൾട്ടാണ്. ഇനി നാലാമത്തെ അൾട്രാസോണിക് ടെസ്റ്റിംഗ്. റിസൾട്ട് നമുക്ക് കിട്ടുന്നത് മെറ്റീരിയലിന്റെ മുകളിലല്ല, എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഡിവൈസിലാണ് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും ഡിസ്പ്ലേ ഡിവൈസിൽ വരുന്ന റിസൾട്ടുകളെ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് അനലൈസിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഒരു ഡിവൈസ് വെച്ചിട്ടാണ്. മെറ്റീരിയലിന്റെ മുകളിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ക്രാക്കിനെ പറ്റിയുള്ള ഇൻഫർമേഷനും ഒന്നും കിട്ടുന്നില്ല. അതേപോലെ എക്സ്റേ റേഡിയോഗ്രഫിയും നമുക്ക് റിസൾട്ട് തരുന്നത് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമാണ്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആയിട്ട് ഒരു ഫോട്ടോ ആണ് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് അവിടെയും മെറ്റീരിയലിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു റിസൾട്ടും കാണാൻ പോകുന്നില്ല. നമ്മൾ അതിന് എക്സ്റ്റേണലി നമുക്ക് ഒരു ഔട്ട്പുട്ട് ആയിട്ട് ഒരു ഫിലിമാണ് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് ടെസ്റ്റിംഗ് ഇപ്പം ചെയ്യണം. റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് എക്സ്റേ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്റെ ടെസ്റ്റിംഗ് മെറ്റീരിയലിനെ ഞാൻ ടെസ്റ്റ് ചെയ്തു, ഇന്റേണൽ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ഒരു റിസൾട്ട് ആയിട്ട് ഈ റേഡിയോഗ്രാഫിക് ഫിലിമും കിട്ടി. ഇനി ഈ ഫിലിം വെച്ചിട്ടാണ് എവിടെയൊക്കെ ക്രാക്ക് ഉണ്ട്, ഏത് പാർട്ടിലാണ് ക്രാക്ക് ഉള്ളത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് നമുക്ക് പിന്നീട് എപ്പോ വേണേലും ചെയ്യാം. കാരണം ഓൾറെഡി ഈ മെറ്റീരിയലിന്റെ ഇന്റേണൽ ഫീച്ചേഴ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടു. എവിടെയാ റെക്കോർഡ് ചെയ്തത്? ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിന്റെ മുകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇനി എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച്, എന്റെ സൗകര്യത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം? ആ ഫിലിം എടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങളിപ്പോ ഹോസ്പിറ്റലിന് നിങ്ങൾക്ക് എക്സ്റേ റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾ ഇന്ന് ചിലപ്പോൾ എക്സ്റേ എടുക്കും, പക്ഷെ ഡോക്ടർ എടുക്കാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ ഡോക്ടർ 2 ദിവസം കഴിഞ്ഞിട്ടേ ഇതിന്റെ ക്രാക്കിനെ പറ്റി, നമ്മുടെ കൈയുടെ പൊട്ടലുകളെ പറ്റിയും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മുടെ റിസൾട്ടിനെ, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. So, introduction to radiographic testing. This module presents information on the NDT method of radiographic inspection or radiography. RT എന്ന് പറയും റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗിന്റെ ഷോർട്ട് RT, അല്ലെങ്കിൽ എക്സ്റേ റേഡിയോഗ്രഫി എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റേ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞാലും നമ്മളെ ബേസിക്സ് എന്ന് പറയുന്നത് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ആണ്. Then radiography uses penetrating radiation that is directed towards a component. The component stops some of the radiation. The amount that is stopped or absorbed is affected by material density and thickness differences. These difference in absorption can be recorded on film or electronically record. നമുക്ക് നോക്കാം എങ്ങനെയാ സംഭവിക്കുക. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. നിങ്ങളോട് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന കാര്യം, ഇവിടെ ഇപ്പോൾ ഒരു മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാം, ഒരു സ്റ്റെപ്പ് ടൈപ്പ് ബ്ലോക്ക് അല്ലെ. പിന്നെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്രാക്കും കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ, അതായത് ഇന്റേണൽ ക്രാക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റും വന്നതെന്ന് വെച്ചാൽ ആയില്ല. നമുക്കിപ്പോ മെറ്റീരിയൽ ആയി. ഇനി ഇതില് എക്സ്റേ പോലെയുള്ള റേഡിയോഗ്രാഫിക് വേവ്സ് കൊടുക്കാൻ ആവശ്യമായ ഒരു സോഴ്സ് വേണം. അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, എക്സ്റേ സോഴ്സ് ആയത്. എക്സ്റേ അല്ലെ ഗാമാ റേ സോഴ്സ്. ഞാനിപ്പോ എക്സ്റേനെ പറ്റി പറയുന്നതുകൊണ്ട് എക്സ്റേ തന്നെ പറയാം. എക്സ്റേ ഓർ ഗാമാ റേ, അല്ലെങ്കിൽ റേഡിയോഗ്രാഫിക് സോഴ്സ്, റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ്. ഇനി ഈ മെറ്റീരിയലിന്റെ അടിയിലായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഫിലിം, എക്സ്റേ ഫിലിമിനെ നമ്മൾ പ്ലേസ് ചെയ്യണം. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ആ ഫിലിമിന്റെ ടോപ്പ് വ്യൂ ആണ് താഴെ കാണിച്ചില്ല. നമുക്കപ്പോ ഫിലിമിനെ പറ്റി പറയാം. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എക്സ്റേ സോഴ്സിൽ നിന്നും എക്സ്റേസ് എല്ലാ ഭാഗത്തേക്കും ലീനിയർ ആയിട്ട് ഇങ്ങനെ വരും, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. അപ്പൊ ഇവിടെ ഇപ്പൊ മെറ്റീരിയൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നേരെ വന്നിട്ട് ഫിലിമിന്റെ മുകളിൽ എക്സ്റേ വന്നിട്ട് ഹിറ്റ് ചെയ്യും അല്ലെ, ഹിറ്റ് ചെയ്യും. ഇനി മെറ്റീരിയൽ ഉള്ള സ്ഥലത്ത് തന്നെയാണെങ്കിൽ മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത്, അതായത് ഈ ചെറിയ തിക്നെസ്സിലൂടെ പാസ് ചെയ്ത് ഇവിടെയൊക്കെ എന്ത് ചെയ്യും?
എക്സ്റേ വന്ന് വീഴും. ഇത്രയും സ്ഥലത്ത് ചെറിയ തിക്നെസ് ആണ്. നേരെ മറിച്ച് ഈ ഒരു സർഫസിലാണെങ്കിലോ എക്സ്റേ വലിയ തിക്നെസ്സിലൂടെ പാസ് ചെയ്ത് താഴെത്തും. ദെൻ ഇവിടെ ക്രാക്കുള്ള സ്ഥലത്ത് ഇവിടെ എത്തുമ്പോൾ എക്സ്റേ ഇതിൽ തന്നെ വരും, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ വരും, ക്രാക്കിലൂടെയും പാസ് ചെയ്യും. ബട്ട് ഇവിടെ ക്രാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രീ സ്പേസ് ആണ്. അപ്പൊ ക്രാക്കിലൂടെയും പാസ് ചെയ്ത് ഫിലിമിലേക്ക് എത്തും. അങ്ങനെ എല്ലാ ഭാഗത്തൂടെയും എക്സ്റേസ് എന്ത് ചെയ്യും, നമ്മുടെ ഫിലിമിലേക്ക് എത്തും. അപ്പൊ ഫിലിമിന് ഒരു കളർ ചേഞ്ചിങ് നടക്കാം. എങ്ങനെയാ കളർ ചേഞ്ചിങ് നടക്കുന്നത്? എക്സ്റേസ് ഡയറക്റ്റ് പോയിട്ട് ഹിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ, അതായത് മോർ എക്സ്പോഷർ നടക്കുന്ന സ്ഥലത്ത് നല്ല ബ്ലാക്ക് കളറായി മാറും ഫിലിം. ലെസ് എക്സ്പോഷർ നടക്കുന്നിടക്കെ ഒരു ഗ്രേ കളർ, ഒരു ലൈറ്റ് ഗ്രേ കളറായിട്ട് മാറും. നമുക്ക് നോക്കാം, അതിന്റെ ഒരു പാറ്റേൺ നോക്കാം, നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇപ്പോ ഈ ഒരു ഇവിടം വരെ മെറ്റീരിയൽ ഉള്ളൂ അല്ലെ. മെറ്റീരിയൽ ഇല്ലാത്ത സ്ഥലം, അതായത് നമ്മുടെ പ്ലേറ്റിൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ മെറ്റീരിയൽ ഇല്ലാത്ത സ്ഥലത്ത് എന്താണ് എക്സ്റേസ് നേരെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സ്ഥലമല്ലേ. ഇതൊക്കെ എക്സ്റേസ് വന്നിട്ട് നേരെ ഹിറ്റ് ചെയ്യാണ് അല്ലെ. അത്രയും സ്ഥലത്ത് ഡാർക്ക് കളറാവും മെറ്റീരിയൽ. നമ്മുടെ ഫിലിമിന് കളർ എന്താണെന്ന് വെച്ചാൽ ഡാർക്കൻ ചെയ്യും, അല്ലെങ്കിൽ ഡാർക്ക് കളറാവും, അല്ലെങ്കിൽ ബ്ലാക്ക് കളറായി മാറും. ആ ഫിലിമിന്റെ നമ്മളെ എക്സ്റേ റേഡിയോഗ്രഫിക്ക് ശേഷമുള്ള ഫിലിമിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിയാൽ മതി. ഇതാ ഇത്രയും സ്ഥലം ബ്ലാക്ക് ആയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും സ്ഥലത്ത് എന്തില്ല, മെറ്റീരിയൽ ഒന്നുമില്ല, എക്സ്റേസ് നേരെ വന്ന് വീണതാ. ഇനി ഈ രണ്ട് സൈഡിൽ ഈ സ്റ്റെപ്പ് പോലെയുള്ള ചെറിയ തിക്നെസ് ഉള്ള സ്റ്റെപ്പ്, ഇതിലെ എക്സ്റേസ് പോകും. അപ്പൊ കുറച്ച് എക്സ്റേസിന് ആര് അബ്സോർബ് ചെയ്യും? മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ള എക്സ്റേസ് മാത്രമേ ഈ മെറ്റീരിയലിന് പുറത്തേക്ക് വരുള്ളൂ. അപ്പോ വന്ന എക്സ്റേന്റെ ഇന്റൻസിറ്റി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമുക്ക് എക്സ്റേസ് നല്ല ഹൈ ഇന്റൻസിറ്റി എക്സ്റേസ് ആണ് ഈ രണ്ട് എൻഡിലും മെറ്റീരിയൽ ഇല്ലാത്ത സ്ഥലത്ത് എത്തിയത്. അതുകൊണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫിക് ഫിലിം കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയി. ദെൻ ഈ രണ്ട് സ്റ്റെപ്പ്, ഈ രണ്ട് തിക്നെസ് ഉള്ള ഈ രണ്ട് ഭാഗത്തുള്ള ഈ ഒരു തിക്നെസ് ഉള്ള ഏരിയയിൽ എക്സ്റേസ് മെറ്റീരിയലിലൂടെ പോകുമ്പോൾ കുറച്ച് എക്സ്റേസ് ആര് അബ്സോർബ് ചെയ്യും? മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. എന്നിട്ട് പുറത്തേക്ക് വരുന്നത് എക്സ്റേന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഇന്റൻസിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും. അപ്പൊ കുറച്ച് ഇന്റൻസിറ്റി കുറഞ്ഞ എക്സ്റേസ് എവിടെ എത്തി? ഫിലിമിന്റെ ഈ ഭാഗങ്ങളിലെത്തി. അപ്പൊ ഇവിടെയും കളർ ചേഞ്ച് ഉണ്ടാവും. പക്ഷെ നേരത്തെ പോലെ ഫുൾ ആയിട്ട് ബ്ലാക്ക് ആവില്ല, കാരണം ഇവിടെ വന്ന ഇന്റൻസിറ്റി കുറവാണ്. ഇന്റൻസിറ്റി കുറഞ്ഞുകൊണ്ട് തന്നെ ലെസ് എക്സ്പോഷർ ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിൽ നിന്ന് ഒരു ഗ്രേ കളറായി മാറി. ഇനി ഈ നടുക്കുള്ള വലിയ തിക്നെസ് ഉള്ള പാർട്ട്, ഇതിലൊക്കെ എക്സ്റേസ് പോകും. ആ പോകുന്ന ദൂരം അത്രയും എക്സ്റേസിനെ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രമേ എവിടെ എത്തുള്ളൂ? ഫിലിമിലേക്ക് എത്തുള്ളൂ. അപ്പൊ വളരെ ഇന്റൻസിറ്റി കുറവായിരിക്കും മെറ്റീരിയലിലൂടെ, ഈ ഹെവി തിക്നെസ് ഉള്ള മെറ്റീരിയലിലൂടെ പുറത്തേക്ക് വരുന്ന വേവിന്റെ എക്സ്റേസിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ ഇന്റൻസിറ്റി കുറഞ്ഞ എക്സ്റേ വന്നിട്ട് ഫിലിമിന്റെ മുകളിൽ വന്ന് വീഴുമ്പോൾ അവിടെയും കളർ ചേഞ്ച് ഉണ്ടാവും. പക്ഷെ നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് കളറായി. ഇനി ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് അല്ലെ. ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസ് ആണ്. ഇവിടുന്ന് എക്സ്റേസ് വരുന്നു, മെറ്റീരിയലിലൂടെ പോകുന്നു, മെറ്റീരിയൽ കുറച്ച് അബ്സോർബ് ചെയ്യും, ദെൻ ക്രാക്കിൽ കയറുന്നു, അതായത് ഫ്രീ സ്പേസിലൂടെ കയറുന്നു, അതിൽ നിന്ന് ഇറങ്ങി നേരെ ഫിലിമിലേക്ക് പോകുന്നു. ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഇവിടെ ഒരു ഫുൾ തിക്നെസ്സിലൂടെ പോകുമ്പോൾ എക്സ്റേ സോഴ്സിന് ഉണ്ടാകുന്ന ഇന്റൻസിറ്റി വേരിയേഷനും ഈ ക്രാക്കുള്ള ഏരിയയിലൂടെ വരുന്ന എക്സ്റേസിന് ഉണ്ടാകുന്ന ഇന്റൻസിറ്റി വേരിയേഷനും സെയിം ആയിരിക്കും? മനസ്സിലായില്ല? അത് ഇവിടുന്ന് എക്സ്റേ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനിപ്പോ ഒരു ഇന്റൻസിറ്റി എക്സ് എന്ന് പറയുന്ന ഒരു ഇന്റൻസിറ്റി ഉണ്ടെന്ന് വെച്ചോ. ഇത് മെറ്റീരിയലിലൂടെ ഇത്രയും തിക്നെസ്സിലൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പം ഈ എക്സ് എന്തായാലും റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. എക്സ് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിട്ടുണ്ടാവും. ഇനി ഇതേ എക്സ് ഇന്റൻസിറ്റി ഉള്ള റേഡിയോ വേവ്സ് നമ്മുടെ മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത് ക്രാക്കിലൂടെ പാസ് ചെയ്ത് വീണ്ടും ഫിലിമിലേക്ക് എത്തുന്നു. അപ്പൊ നേരത്തെ കേസിൽ ഇവിടെ ഔട്ടറിലെത്തിയ അതേ ഇന്റൻസിറ്റി തന്നെയായിരിക്കും ഇപ്പൊ ക്രാക്കുള്ള സ്ഥലത്ത് നിന്ന് വന്ന ഔട്ടറിലെത്തിയ വേവിന്റെ ഇന്റൻസിറ്റിയും സെയിം ആയിരിക്കും. അല്ല, ഏതിനായിരിക്കും കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടാവുക? ഞാൻ ഒന്നുകൂടി കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാം. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂമറിക്കൽസ് വെച്ചിട്ട് പറയാം. ഇവിടെ എക്സ്റേ ജനറേറ്റ് ചെയ്യുന്ന എക്സ്റേന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് കൂട്ടിക്കോ.
ഒരു നമ്പർ, വെറുതെ നമ്പർ ആയിട്ട് മാത്രം കണ്ടാൽ മതി. 10 എന്ന് പറയുന്നത് എന്താണെന്നൊന്നും ചോദിക്കണ്ട. എക്സ്റേന്റെ ഇന്റൻസിറ്റി 10. ഓക്കെ, ഈ എക്സ്റേ 10 എന്ന് പറയുന്ന ഇന്റൻസിറ്റി ഉള്ള എക്സ്റേ എല്ലാ ഭാഗത്തും, മെറ്റീരിയലിന്റെ എല്ലാ ഭാഗത്തും പോകും. ആ 10 എന്ന് പറയുന്നത് അത്രയും ഇന്റൻസിറ്റി തന്നെ ഇവിടെയൊക്കെ വന്നു വീഴും. കാരണം എന്താ, ഇവിടെ ഒന്നും പോകുന്ന വഴിയിൽ എവിടെയും മെറ്റീരിയൽ ഇല്ല. അത്രയും 10 എന്ന് പറയുന്ന ഇന്റൻസിറ്റിയിലുള്ള എക്സ്റേ വന്ന് വീണത് കൊണ്ടാണ് ഇവിടെയൊക്കെ ബ്ലാക്ക് കളർ ആയത്. ഇനി ഇതേ 10ലുള്ള എക്സ്റേസ് മെറ്റീരിയലിന്റെ ഈ ടെസ്റ്റ് പീസിന്റെ ഈ പാർട്ടിലൂടെ പാസ് ചെയ്യും. അപ്പൊ ചെറിയ തിക്നെസ്സിലൂടെ പാസ് ചെയ്തു. അപ്പൊ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കുറച്ച് സൗണ്ട് വേവ്സിനെ എന്ത് ചെയ്യും, മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും അല്ലെ, അബ്സോർബ് ചെയ്യും. അപ്പൊ ഇപ്പൊ 10 എന്ന് പറയുന്ന ഇന്റൻസിറ്റി ഉള്ള എക്സ്റേ വേവ് മെറ്റീരിയലിലൂടെ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ 8 ആയിരിക്കും. അതേപോലെ ഇപ്പുറത്തും 8 ആയിരിക്കും അല്ലെ, 8 ആയിരിക്കും. ഓക്കെ, ദെൻ ഇതേ 10 എന്ന് പറയുന്ന ഇന്റൻസിറ്റി ഉള്ള എക്സ്റേ വേവ്സ് എന്ത് ചെയ്യുന്നു, ഇത് ഇത്രയും തിക്നെസ്സിലൂടെ പാസ് ചെയ്ത് വരുന്നു. ഇപ്പൊ തിക്നെസ് കൂടിയപ്പം അബ്സോർപ്ഷൻ കുറച്ച് കൂടിയിട്ടുണ്ടാവും, ഇന്റൻസിറ്റി കുറയും. ഇപ്പൊ 10 ഉള്ള എക്സ്റേന്റെ ഇന്റൻസിറ്റി ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 6 ആയിരിക്കും അല്ലെ. ഇനി ഇതേ 10ലുള്ള എക്സ്റേസിനെ ഞാൻ ഈ ക്രാക്കിലൂടെ പറഞ്ഞു വിടുന്നു. അപ്പൊ ക്രാക്കും കഴിഞ്ഞിട്ടും എക്സ്റേ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി ഈ 6നേക്കാളും കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കും. കൂടുതലായിരിക്കും. ഒരു 7 റേഞ്ചിൽ ഉണ്ടാവും അല്ലെ. കാരണം എന്താ, ഇൻ ബിറ്റ്വീനിൽ എന്തുണ്ട്, ഒരു ക്രാക്ക് ഉണ്ട്. ക്രാക്ക് എന്ന് പറയുന്ന ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിലൂടെ എക്സ്റേസ് എത്ര വേണമെങ്കിലും സഞ്ചരിക്കും അല്ലെ. അപ്പൊ അവിടെ അബ്സോർപ്ഷൻ കുറഞ്ഞു. ഇപ്പൊ മെറ്റീരിയൽ തിക്നെസ് നേരത്തെ ഇത്രയും തിക്നെസ് ഉണ്ടായപ്പോ 10 എന്നുള്ളതിന്റെ കുറഞ്ഞിട്ട് 6 ആയി. 4% അബ്സോർപ്ഷൻ നടന്നു. ബട്ട് ഈ ക്രാക്ക് ഉള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ നമുക്ക് നോക്കി അവിടെ ഒരു ക്രാക്ക് ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പോലെ 4% അബ്സോർപ്ഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ. അബ്സോർപ്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. അതായത് ഔട്ടറിലേക്ക് വരുന്ന ഇന്റൻസിറ്റി കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ചേഞ്ച് ഫിലിമിൽ ഉണ്ടാവും. ക്രാക്കിലൂടെ വരുന്ന സ്ഥലത്തുള്ള എക്സ്റേന്റെ അബ്സോർപ്ഷൻ ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ്, അതായത് കുറച്ച് ഇന്റൻസിറ്റി കൂടിയ എക്സ്റേസ് ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഒരു ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മെറ്റീരിയലിന്റെ തിക്നെസ്സിനും അതേപോലെ മെറ്റീരിയൽ ടൈപ്പിനും മെറ്റീരിയലിന്റെ ക്രാക്കിനൊക്കെ അനുസരിച്ച് ഇതിന്റെ അടിയിൽ വെക്കുന്ന എക്സ്റേ ഫിലിമിൽ ഫോം ചെയ്യുന്ന ഇമേജിൽ മാറ്റങ്ങൾ ഉണ്ടാവും. സോ ഫൈനലി നമ്മൾ എടുക്കുന്നത് എന്താ, ഈ ഒരു എക്സ്റേ ഫിലിമാണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് എടുക്കുക അല്ലെ. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിന്റെ ക്രാക്കിനെ പറ്റിയും ഇതിന്റെ മറ്റ് ഡീറ്റെയിലിങ്ങിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. സോ ഇതാണ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. നമ്മൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്നത് ഇതേപോലെ ഇതന്നെ വരക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ടൈപ്പ് വരക്കുക. ഒരു ബ്ലോക്കോ, ഈ ബ്ലോക്കിനകത്ത് ഒരു ചെറിയ ഒരു റൗണ്ടോ അല്ലെങ്കിൽ നീളത്തിലോ അങ്ങനെയുള്ള ഒരു ക്രാക്ക് കാണിക്കുക. മേലയിൽ ഒരു എക്സ്റേ സോഴ്സ് കാണിക്കുക. എക്സ്റേസ് എല്ലാ ഭാഗത്തും വരുന്നതായിട്ട് കാണിക്കുക. അടിയിൽ ഒരു എക്സ്റേ ഫിലിം കാണിക്കുക. ഈ ഫിലിമിനകത്ത് അപ്പൊ എങ്ങനെയാ ഇമേജ് ഫോം ചെയ്യുക എന്നുള്ളത് അതും കൂടി അതിന്റെ ടോപ്പ് വ്യൂ വരച്ചിട്ട് കാണിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു റെക്ടാംഗിൾ കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഡാർക്ക് ആയിട്ട് ഇവിടെയൊക്കെ ഒരു ഡാർക്ക് കളറിൽ റെക്ടാംഗിൾ ഉണ്ടാവും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ലൈറ്റ് ഷാഡോ മാത്രമായിരിക്കും. കാരണം ഇത്രയും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എക്സ്റേസ് എന്ത് ചെയ്യും, കുറച്ച് അബ്സോർബ് ചെയ്യും. ഇതേപോലെ ഈ ക്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോർമേഷൻ ഉണ്ടാകും കുറച്ച് ഡാർക്ക് കളറിൽ. ഈ രീതിയിലാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇത് തന്നെയാണ് നമ്മളെ മെഡിക്കൽ ഫീൽഡിലും സംഭവിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിൽ ഇപ്പൊ നിങ്ങളെ കൈ അല്ലെങ്കിൽ കാലോ എന്താ ആയിക്കോട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾ എക്സ്റേ എടുക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു പിന്നെ നമ്മുടെ കൈയുടെ സ്ട്രക്ചർ ഇപ്പം 2 എല്ലുണ്ടല്ലേ, നമുക്ക് ഇവിടെ ഒരു ബ്രേക്കിംഗ് ഉണ്ട്. ഇവിടെ നമ്മുടെ വിരലുകൾ ഇങ്ങനെ വരും. ഓക്കെ, ഇവിടുന്ന് എക്സ്റേ സോഴ്സ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്റേ എല്ലാ ഭാഗത്തേക്ക് വയ്ക്കും. അപ്പം എക്സ്റേസ് എന്ത് ചെയ്യും, നമ്മുടെ കൈയിന്റെ മാംസവും എല്ലും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് അടിയിൽ വെച്ചാൽ ഈ എക്സ്റേ പ്ലേറ്റിലേക്ക് എത്തും. ഇപ്പൊ ഇവിടെയൊക്കെ ഈ വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ചേഞ്ച് ഉണ്ടാവും. ബട്ട് പൊട്ടലുള്ള സ്ഥലം നോക്കാം. ഈ പൊട്ടലുള്ള സ്ഥലത്തൂടെ മോർ എക്സ്റേസ് അല്ലെ മോർ ഇന്റൻസിറ്റി എക്സ്റേസ് വന്നു വീഴും. അപ്പൊ ഈ പൊട്ടലിന് കണക്കായിട്ട് എത്ര ഏരിയയിലാണോ പൊട്ടലുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു ഡാർക്ക് ഏരിയ ഉണ്ടാവും. നിങ്ങൾ ഇനി ആരെങ്കിലും എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്റേ എടുത്ത് നോക്കിയാൽ മതി. നമ്മളെ ക്രാക്ക് വന്ന സ്ഥലത്ത് ബ്ലാക്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. എല്ലിന്റെ ഇടയിൽ എവിടെയെങ്കിലും പൊട്ടലുണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ ഫിലിം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെ നമ്മളെ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. പക്ഷെ പൊട്ടലുള്ള സ്ഥലത്ത് കുറച്ചുകൂടി ബ്ലാക്ക് കളർ ആയിരിക്കും അല്ലെ.
ഇവിടെയാണ് പൊട്ടലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ഥലത്ത് ആ സാർ ഒരു ബ്ലാക്ക് കളർ ആയിരിക്കും, ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ലൈറ്റ് കളർ ആയിരിക്കും എല്ലിന് കണക്കായിട്ട്. ഇത് തന്നെയാണ് മെറ്റീരിയൽ ടെസ്റ്റിങ്ങിലും നമ്മുടെ മെഡിക്കൽ ടെസ്റ്റിങ്ങിലൊക്കെ നടക്കുന്നത്. ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. ഇനി ഇതിൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ പറഞ്ഞ പോലെ കുറച്ച് ബേസിക് ഫിസിക്സും അതേപോലെ എക്സ്റേയും ഗാമാറേ ഇതിനെ പറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി അതെങ്ങനെയൊക്കെയാണ് ജനറേറ്റ് ചെയ്യാന്നുള്ളത്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഇനി ഈ മൊഡ്യൂൾ വരുന്നത്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അറ്റൻഡൻസ് എന്ന് പറയാം. നമ്പർ 1, 2, എന്താ